പ്രേമനഗരത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, പ്രേമനഗരം വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് പാരഗ്രാഫൊക്കെ ഉണ്ടല്ലോ, എനിക്കതിനകത്ത് ആദ്യത്തെ വായനയിൽ എനിക്കതിനകത്ത് ഭയങ്കര ഡെപ്ത് തോന്നി. നല്ല രസമുണ്ട് അത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പക്ഷേ അടുത്തടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തൊരു ക്രഞ്ച് ഫീൽ ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേമനഗരം വിമർശനം നേരിട്ടിരിക്കുന്നത് ഈ രതിയുടെ വിഷയത്തിലാണോ അതോ ക്രഞ്ചടിപ്പിക്കുന്നു എന്നുള്ളതിലാണോ? പലതരത്തിലുണ്ട്. ഇപ്പം എനിക്ക് ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും വന്നത് രതിയെ അത്ര വിവരിച്ചു എന്നുള്ളതാണ്. പക്ഷെ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം, രതി പ്രേമനഗരത്തിലൊന്നല്ല. അതിന് മുമ്പേയുള്ള മലയാള കൃതികൾ ഒരുപാട്, ബഷീറിൻ്റെ ആയാലും സക്കറിയുടെ ആയാലും മാധവിക്കുട്ടിയുടെ ആയാലും ഒക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഒന്നുമുണ്ട്, നമ്മുടെ ഇതിഹാസങ്ങൾ, ഇത് ഞാൻ താരതമ്യപ്പെടുത്തുന്നതാണെന്ന് കരുതരുത്, തെറ്റിദ്ധരിക്കരുത്. ഇതിഹാസങ്ങളുടെ ഓരോ ഭാഗം എടുത്തു നോക്കൂ. ഋഷ്യശൃംഖല അടങ്ങുന്ന ആളുകളുടെ ജനനം മുതലുള്ള കഥകളൊക്കെ, എന്നിട്ട് നമ്മൾ അത്തരം പുസ്തകങ്ങളൊക്കെ അശ്ലീലാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ? അത് ലോക ക്ലാസിക്കുകളല്ലേ. അപ്പോൾ രതിയുടെ ഒരു വലിയൊരു വിശാലമായൊരു ബോധ്യം നമുക്ക് സാഹിത്യത്തിൽ തന്നെ ഒരുപാടുണ്ട്, ഇപ്പം ഇറങ്ങുന്ന കൃതികളിലുണ്ട്. പക്ഷെ ഇത് അറിയില്ല, എനിക്ക് തോന്നുന്നൊരു വിവാഹേതര ബന്ധത്തിലെ രതി ആയതുകൊണ്ടായിരിക്കാം, അത്തരത്തിലുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം അത് ഇത്ര വിമർശനം നേരിട്ടതെന്നാണ് എനിക്ക് തോന്നിയത്. പൈങ്കിളി നോവലാണ് എന്നുള്ളൊരു, അത് പലതരത്തിൽ വന്നിട്ട് പൈങ്കിളി നോവലാണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. എന്നാൽ പൈങ്കിളിക്കപ്പുറത്തേക്ക്, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ട ബുദ്ധിജീവികളായിട്ടുള്ള 1-2 പേര് എന്നെ വിളിക്കുകയും ആ നോവലിനെ പറ്റി നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, സാർ അത് പുറത്ത് പറയണ്ട, പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ സാർ എന്നെക്കാളേറെ തെറി കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. പല രീതിയിലാണ്. നമുക്കിപ്പോൾ ഒരു വായന എങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ അനുഭവം, അഖിലിന് ഉള്ള അനുഭവമായിരിക്കണം എന്നില്ലല്ലോ മറ്റൊരാൾക്കുള്ള അനുഭവം. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.